ഹായ് കൂട്ടുകാരെ. അപ്പം നമ്മൾ എടുത്തു വെച്ചത് ഇത് ഇവിടെ വരെയാണല്ലേ. അപ്പോൾ ഇനി നമ്മൾ മലയാളത്തിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ഭാഗം ഈ ഒരു ഭാഗമാണ്. ഇന്നലെ പെയ്ത മഴ. നിങ്ങളെല്ലാവരും മഴ പെയ്യുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഒരു മഴ പെയ്യുന്നതെന്നാണ് കേട്ടോ ഇതിൽ എഴുതിയിട്ടുള്ളത്. ഒരു കുട്ടിയുടെ മഴ അനുഭവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കതൊന്ന് വായിച്ചു നോക്കിയാലോ. അതൊരു പെരുമഴയായിരുന്നു. മഴയ്ക്ക് മുമ്പ് ആകാശമാകെ ഇരുണ്ടു. ഒരു പെരും മഴയായിരുന്നു പെയ്യുന്നതെല്ലാം. നല്ല ശക്തമായിട്ടുള്ള ഒരു മഴയായിരുന്നു. മഴയ്ക്ക് മുമ്പ് എന്ത് സംഭവിച്ചു? ആകാശമാകെ ഇരുണ്ടു അല്ലേ. മഴക്കാർ വന്നു എന്നാണ് പറയുന്നത്. ശക്തമായ കാറ്റിൽ മരങ്ങൾ ആടിയുലഞ്ഞു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ, മഴ പെയ്യുന്നതിന് മുമ്പ് നല്ല ശക്തമായിട്ടുള്ള കാറ്റ് വീശിയിട്ട് നമ്മൾ പറക്കാൻ പോകുന്നത് പോലെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതാണ് ഈ ഒരു കുട്ടി ഇതിൽ പറയുന്നത്. വലിയ ഇടിയും മിന്നലും വന്നു. ഞാൻ പേടിച്ചു പോയി. എന്താണ് ഇടി? മഴയ്ക്ക് മുമ്പും മഴ പെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ശബ്ദം അല്ലേ, നല്ല ശക്തിയിൽ ശബ്ദം, നല്ലൊരു ശബ്ദം കേൾക്കും നമുക്ക്, പടക്കം പൊട്ടുന്നത് പോലെ. അതിനെയാണ് എന്ത് പറയുന്നത്? ഇടി എന്ന് പറയുന്നത്. മിന്നലോ? ആകാശത്തു നിന്നൊരു വെളിച്ചം വരും അല്ലേ. ഒരു ടോർച്ച് അടിച്ച് നോക്കുന്നത് പോലെ ഒരു വെളിച്ചം വരും. അതിനെയാണ് എന്ത് പറയുക? മിന്നൽ എന്ന് പറയുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ഇടിയും മിന്നലും എന്ത് വന്നു എന്നാണ് പറയുന്നത്. ഞാൻ പേടിച്ചു പോയി. ആ സൗണ്ടും മിന്നലും കണ്ടിട്ട് പേടിച്ചു പോയി എന്നാണ് പറയുന്നത്. സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത്. സന്ധ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വൈകുന്നേരം രാത്രിയോട് അനുഭവിച്ചിട്ടുള്ള ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു സമയത്തിനാണ് നമ്മൾ സന്ധ്യാസമയം എന്ന് പറയുക. അപ്പോൾ ആ സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത്. ഇടയ്ക്കിടെ തോർന്നും പിന്നെയും പെയ്തും മഴ ഒരുപാട് നേരം നീണ്ടു. രാത്രിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. ഉറങ്ങാൻ നല്ല സുഖം. രാത്രി തണുത്തിട്ട് മൂടി പുതച്ച് കിടന്നുറങ്ങാൻ നല്ല സുഖമായിരിക്കും അല്ലേ. അപ്പം നിങ്ങളും അതുപോലെ കിടന്നിട്ടുണ്ടാവും. രാവിലെ ഉണർന്നപ്പോൾ മഴ തോർന്നിരിക്കുന്നു. തൊടിയിലെ ചെടികൾക്കെല്ലാം പുതുമഴ കിട്ടിയ സന്തോഷം. വഴിയിലും ഓടയിലും കെട്ടിക്കിടക്കുന്ന ചപ്പുചവറുകൾ ഒഴുക്കിക്കളഞ്ഞ് മഴ അവിടം വൃത്തിയാക്കി. എന്താണ് പറയുന്നത്? ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൻ്റെ ഭാഗത്തുള്ള ചാലുകളിലും ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് കുത്തി ഒലിച്ചു വരുന്ന വെള്ളം എന്ത് ചെയ്തു? അത് ഇവിടെ വൃത്തിയാക്കിയെന്നാണ് പറയുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ എല്ലാ അഴുക്കുകളും വന്നു നിറഞ്ഞത് ഞങ്ങളുടെ മുറ്റത്തായിരുന്നു. മഴയുടെ കുസൃതി കുറച്ച് കൂടുന്നുണ്ടല്ലേ. അപ്പം ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു പെട്ടത് ആ ഒരു കുട്ടീൻ്റെ വീട്ടിൻ്റെ മുറ്റത്തായിരുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. അഭിനയിക്കാം. വിറയിന് അല്ലേ. നമ്മൾ തണുക്കുമ്പോൾ നമ്മൾ അനുഭവിച്ച കാര്യം തന്നെയാണ്. തണുത്തിട്ട് നമ്മൾ വിറയ്ക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾ അതൊന്ന് അഭിനയിച്ച് നോക്കണേ. നനയുന്നത് പോലെ ഒന്ന് അഭിനയിക്കൂ. കുളിര് കയറണം, അതുപോലെ ഒന്ന് അഭിനയിച്ചേ. ഞാനും മഴ അനുഭവം എഴുതാം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടായിട്ടുള്ളൊരു മഴ അനുഭവം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ഇതേപോലെ ഒന്ന് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ അടുത്ത പേജിലേക്ക് വന്നു. മഴച്ചൊല്ലുകൾ കണ്ടെത്താം. മഴ തോർന്നാലും മരം പെയ്യും. ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ട്? ഇതുപോലുള്ള മഴച്ചൊല്ലുകൾ കേട്ടിട്ടില്ലേ? അവ ക്ലാസ്സിൽ പറഞ്ഞു നോക്കാം. ഒന്ന് പറഞ്ഞേ. മഴ തോർന്നാലും മരം പെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മഴ പെയ്ത ശേഷം ആ ഒരു വെള്ളത്തുള്ളികൾ നമ്മുടെ മരത്തിൻ്റെ ചെടികളിൽ എന്താവും? തങ്ങി നിൽക്കും. ശേഷം കാറ്റ് വീശുകയോ അല്ലെങ്കിൽ നമ്മൾ കുലുക്കുകയോ ചെയ്യുമ്പോൾ ആ വെള്ളം എന്ത് ചെയ്യും? നമ്മുടെ മുകളിലേക്ക് വീഴും, താഴോട്ട് വീഴും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? മഴ തോർന്നാലും മരം പെയ്യും എന്ന് പറയുന്നത്. ഇനി ഇതുപോലത്തെ കുറച്ച് മഴച്ചൊല്ലുകൾ നിങ്ങൾക്ക് അറിയാമോ? ഒന്ന് ചൊല്ലി നോക്കിക്കേ. ടീച്ചർ ഇപ്പോൾ നിങ്ങൾക്ക് 2 മഴച്ചൊല്ലുകൾ പറഞ്ഞു തരാം. നോക്കിക്കേ, ടീച്ചറോട് 4 മഴച്ചൊല്ലുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചാലോ. ചിങ്ങത്തിൽ മഴ ചിണുങ്ങി. അടുത്തതോ, മഴ പെയ്താൽ പുഴയറിയും. അടുത്തത്, അത്തം കറുത്താൽ ഓണം വെളുക്കും. അടുത്തതോ, പെരുമഴ പെയ്താൽ കുളിരില്ല. ഇതുപോലത്തെ മഴച്ചൊല്ലുകൾ നിങ്ങളും കണ്ടെത്തുക. ശേഷം നന്നായി പഠിക്കുക കേട്ടോ. അടുത്തതൊരു കഥയാണ്. കഥ പറയുന്നതാരാ? മഴത്തുള്ളികൾ അല്ലേ. ഒരു വെള്ളത്തുള്ളികളെ നിങ്ങൾ ആ ഒരു പേജിൽ കാണുന്നില്ലേ? ആ ഒരു വെള്ളത്തുള്ളികളാണ് എന്ത് പറയുന്നത്? കഥ പറയുന്നത്. മഴത്തുള്ളി കഥ പറയുമ്പോൾ. കഥയൊന്ന് നമുക്ക് വായിച്ചു നോക്കാമല്ലോ. കടയിൽ കൂട്ടുകാരോടൊപ്പം തുള്ളി കളിക്കുകയായിരുന്നു ഞാൻ. കൂടെ കളിക്കാൻ ധാരാളം പേരുണ്ടായിരുന്നു. ഒരുപാട് വെള്ളത്തുള്ളികൾ ചേരുമ്പോഴാണ് എന്തുണ്ടാവുക? വെള്ളം ഉണ്ടാവുന്നത് അല്ലേ.
അപ്പം കൂട്ടുകാരോടൊപ്പം ഒരുപാട് മഴത്തുള്ളികളോടൊപ്പം വെള്ളത്തുള്ളികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരെയും ഈ ഒരു വെള്ളത്തുള്ളി. കളിക്കാൻ കൂടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. വല്ലാത്ത ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല. ഞാനല്ലാതായി മാറുന്നു. കൂട്ടുകാരോടൊപ്പം ഞാനും ആകാശത്തേക്ക് ഉയർന്നു. ഞങ്ങൾ മേഘങ്ങളിൽ ഒളിച്ചു. ടോ ടോ ടോ. ഞങ്ങൾക്ക് പേടിയായി. കാറ്റ് ആഞ്ഞു വീശി. തണുപ്പ് കൂടി വന്നു. കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി മഴയായി ഞങ്ങൾ താഴേക്കെത്തി. ഒഴുകി ചാലുകളായി തോട് നിറഞ്ഞു, പുഴ നിറഞ്ഞു. വീണ്ടും ഞങ്ങൾ കടലിലേക്ക്. കഥ മനസ്സിലായോ കുട്ടികൾക്ക്? താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കതിന് ഉത്തരം കണ്ടെത്തിയാലോ? കടലിൽ കളിച്ചതാര്? ആരായിരുന്നു കടലിൽ കളിച്ചത്? വെള്ളത്തുള്ളി കേട്ടോ. അതാണ് അതിൻ്റെ ആൻസർ. വെള്ളത്തുള്ളികൾ മേഘങ്ങളിലേക്ക് ഒളിക്കാൻ കാരണം എന്തായിരുന്നു? ചൂട് കാരണം അല്ലേ? ആ ഒരു കഥയിൽ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ചൂടായിരുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, വെള്ളത്തുള്ളികൾ പേടിച്ചത് എന്തിനായിരുന്നു വെള്ളത്തുള്ളികളെ പേടിച്ചത്? ടോ 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 എന്ന് പറയുന്ന ശബ്ദം കേട്ടിട്ട്. എന്താ ഒരു ശബ്ദം? ഇടിയുടെ സൗണ്ടാണല്ലേ അത്. കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ എന്ത് സംഭവിച്ചു? എന്താണ് സംഭവിച്ചത് കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ? അതിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ തണുപ്പ് കൂടി വന്നു. കൂട്ടുകാരോടൊപ്പം തുള്ളികളായിട്ട് മഴകളായിട്ട് ഞങ്ങൾ എന്തായി? താഴോട്ട് ഒഴുകിയെത്തില്ലേ. പിന്നെ ചാലുകൾ, തോടൊക്കെ നിറഞ്ഞ് പുഴയൊക്കെ നിറഞ്ഞ് വീണ്ടും എവിടേക്ക് പോയി? കടലിലേക്ക് തന്നെ വെള്ളത്തുള്ളികൾ എന്തായി? തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. ഇനി അടുത്ത പേജിലേക്ക് വരൂ. എന്താ കൊടുത്തിരിക്കുന്നത്? പ്രതികരിക്കാം, പോസ്റ്റർ വാക്യങ്ങൾ തയ്യാറാക്കാം. എന്താണ് പ്രതികരിക്കേണ്ടത്? നിറയെ മലിനങ്ങൾ കിടക്കുന്നുണ്ടല്ലേ. പിന്നെന്താ? അതിന് ചുറ്റും കുറേ കാക്കകളുണ്ട്, ഫാക്ടറിയുടെ പുക വരുന്നുണ്ട് അല്ലേ, നായ്ക്കളുണ്ട്. ഒരുപാട് മലിനമായ സാധനങ്ങൾ പുഴയിലേക്ക് വന്നിട്ട് കൊട്ടുന്നു അല്ലേ. ആ ഒരു ഓടയിലൂടെ വന്ന് പതിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ പിക്ചേഴ്സിൽ കാണുന്നുണ്ട്. അതിന് താഴെ ഒരു പോസ്റ്റർ വാക്യം കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തിരിക്കുന്നത്? അരുതേ, മലിനമാക്കരുതേ, ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം പുഴകളും കടലുകളും കിണറുകളും മറ്റു എല്ലാ വെള്ളസ്രോതസ്സുകളും ഏതൊക്കെയാണ് വെള്ളസ്രോതസ്സുകൾ? അതൊന്നും നമ്മൾ എന്താക്കരുത്? വേസ്റ്റ് ഇട്ടിട്ട് മലിനാക്കരുത്. അത് നാടിൻ്റെ സമ്പത്താണല്ലേ. നമുക്ക് മാത്രം കുടിച്ചാൽ മതിയോ? പോരാ. നമുക്ക് ശേഷം വരുന്നവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ജലം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതേപോലെ ഒരു പോസ്റ്റർ വാക്യം തയ്യാറാക്കാം. നോക്കിക്കേ, ജലം പാഴാക്കരുത്, അത് അമൂല്യമാണ്. അപ്പോൾ ഇതുപോലെയുള്ള പോസ്റ്റർ വാക്യങ്ങൾ നിങ്ങളും കണ്ടെത്തി എഴുതുക. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഒരു ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് പോസ്റ്റർ തയ്യാറാക്കുന്നത് എന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അടുത്തത് എന്താ? നമ്മുടെ നാട്. എന്താണ് നമ്മുടെ നാട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ. കുളിരുണരും മലനാട്, മലയുടെ നാട് അല്ലേ. തെളിയൊഴുകും പുഴയുടെ നാട്, നീലക്കടലലയുടെ നാട്, ഇത് നമ്മുടെ കേരള നാട്. തെങ്ങോലച്ചിപ്പി വിരിച്ചി ടാടുക നാടേ മയിലാട്ടം, പനയോലപ്പീലി നിവർത്തി ആടുക നാടേ തിറയാട്ടം. നെൽവയലുകൾ തത്തപ്പച്ച, താഴ്വരയിൽ വാഴപ്പച്ച, കാടിൻകരി നീരിലപ്പച്ച, തെളിരിലകളിലും പച്ച. പല പച്ചകൾ ചേർത്തത് വെച്ചൊരു ചിത്രം നമ്മുടെ കേരള നാട്. ഈണം കണ്ടെത്തി ഒന്നിച്ച് പാടാം. അപ്പോൾ നിങ്ങളിതൊരു ഈണത്തിൽ പാടി നോക്കണം കേട്ടോ. കേരളത്തിൽ എന്തെല്ലാം പ്രത്യേകതകളാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? എന്തെല്ലാമാണ്? അതിൽ ഫസ്റ്റത്തെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. മലകളുള്ള നാട് എന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, എന്താ ഉള്ളത്? പുഴയുടെ നാട്, പിന്നെ കടലുകളുടെ നാട്, തെങ്ങുകളുള്ള നാട്, പനയുള്ള നാട്, നെൽവയലുകളുള്ള നാട് അല്ലേ. അങ്ങനെ ഒരുപാട് സവിശേഷതകൾ എന്തിനുണ്ട്? നമ്മുടെ നാടിനുണ്ട് അല്ലേ. നമ്മുടെ നാട് ഏതാ? കേരളം അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യനും ആൻസറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക കേട്ടോ. അപ്പോൾ ഇനിയും അടുത്ത ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക. താങ്ക്